ട്രാൻസ്ജെൻഡറുകൾക്ക് സ്വയം ലിംഗനിർണയം നടത്തുവാനുള്ള അവകാശം ഒഴിവാക്കുന്ന പുതിയ നിയമം നിലവിൽ വന്നാലും നേരത്തെ അനുവദിച്ച ട്രാൻസ്ജെൻഡർ തിരിച്ചറിയൽ കാർഡുകൾ റദ്ദാക്കപ്പെടില്ലെന്ന് സുപ്രീം കോടതി. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ ആത്മാഭിമാനവും ഭരണഘടനാ അവകാശങ്ങളും സംരക്ഷിക്കുന്ന നിരീക്ഷണമാണ് കോടതി നടത്തിയത്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് ഈ വിധി നൽകുന്ന ആശ്വാസവും വലുതാണ്. വ്യക്തികളുടെ സ്വയം ലിംഗനിർണയത്തിനുള്ള അവകാശത്തിന്മേൽ നിയന്ത്രണം കൊണ്ടുവരുന്ന പുതിയ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് സുപ്രീം കോടതി സുപ്രധാനമായ നിലപാട് വ്യക്തമാക്കിയത്. 2019 നിയമപ്രകാരം അനുവദിച്ച ട്രാൻസ്ജെൻഡർ തിരിച്ചറിയൽ കാർഡുകൾ പുതിയ നിയമത്തിന്റെ പേരിൽ തനിയെ അസാധുവാകില്ലെന്ന് കോടതി വാക്കാൽ വ്യക്തമാക്കി. ട്രാൻസ്ജെൻഡർ ID കാർഡുകൾ കേവലം ഒരു രേഖയല്ലെന്നും അത് തങ്ങളുടെ അടിസ്ഥാന വിലാസത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ഭാഗമാണെന്നും ഹർജിക്കാർ കോടതിയെ ധരിപ്പിച്ചു. ഹർജിക്കാരുടെ ആശങ്ക പരിഗണിച്ച ജസ്റ്റിസ് ജോയ് മാല്യ ബാങ്ചി ഒരു നിയമനിർമ്മാണത്തിൽ മാറ്റം വന്നാലും അതിലൂടെ ലഭിച്ച അവകാശങ്ങൾ ഇല്ലാതാകില്ലെന്ന് ഉറപ്പു നൽകി. കാർഡുകൾ റദ്ദാക്കാൻ നിയമത്തിൽ നിർദ്ദേശിക്കാത്ത സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും കോടതി നിരീക്ഷിച്ചു. വിഷയത്തിൽ കൂടുതൽ പഠനം ആവശ്യമാണെന്നും മറുപടി നൽകാൻ സമയം വേണമെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആവശ്യപ്പെട്ടു. 2014 ചരിത്രപ്രസിദ്ധമായ നാൽസ വിധിയിലൂടെ സുപ്രീം കോടതി ഉറപ്പു നൽകിയ വ്യക്തിത്വത്തിനുള്ള അവകാശം സംരക്ഷിക്കപ്പെടണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന ഉറച്ച നിലപാടിലാണ് ട്രാൻസ്ജെൻഡർ സമൂഹം. ജനം, ഡൽഹി.